പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്യാം ഒടുവിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീക്കിയില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകുന്നത് തനിക്ക് തന്നെയാണ്. തൻ്റെ ശ്രുതിയെ എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടും. ഇതോടെ തൻ്റെ മനസ്സിലെ പ്രണയം തുറന്നു പറയണം എന്നുള്ള തീരുമാനത്തിൽ മുന്നിലേക്ക് വരുന്ന ശ്യാം രാത്രിയിൽ കാണുന്നതിനായി ശ്രുതിയെ വിളിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ശ്രുതിയാകട്ടെ അശ്വിനാണ് തന്നെ വിളിപ്പിച്ചത് എന്ന് കരുതി അവിടേക്ക് കുതിച്ചെത്തുന്നു. ഇതിനിടയിൽ ശ്രുതി പോകുന്നത് കാണാൻ അശ്വിൻ ഇടയാവുകയും ശ്രുതിയോട് തൻ്റെ പ്രണയം തുറന്നു പറയാൻ പറ്റിയ അവസരമാണ് ഇതെന്ന് കണക്കുകൂട്ടുകയും ചെയ്യുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ തനിക്ക് വളരെ എളുപ്പത്തിൽ തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ സാധിക്കും. ഇതേ തുടർന്നാണ് ശ്രുതിയെ പിന്തുടർന്നു പോകുന്നത്. പക്ഷേ പിന്തുടർന്ന് എത്തുമ്പോൾ കാണുന്നത് ശ്രുതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്യാം ശ്രുതിയെ ചേർത്ത് നിർത്തിയിരിക്കുന്നതാണ്. ഇത് കണ്ട് അശ്വിനാകെ ഞെട്ടിപ്പോവുകയും അശ്വിൻ്റെ മുൻപിൽ വെച്ച ശ്രുതിയെ തനിക്ക് ഇഷ്ടമാണ് എന്നും ശ്രുതി മാത്രമാണ് തൻ്റെ മനസ്സിൽ ഉള്ളത് എന്നും ശ്യാം പറയുകയാണ്. മാത്രവുമല്ല അഞ്ജലിയെ ഉപേക്ഷിക്കാനും താൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന ശ്യാം അഞ്ജലിക്ക് യാതൊരു വിലയും തൻ്റെ മനസ്സിലില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ശ്രുതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അഞ്ജലി ഒന്നുമല്ല. ശ്രുതി തൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ എന്നെ കീഴടക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കള്ളപ്പേരിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് താമസിച്ചത്. നിന്നെ സ്നേഹിക്കുകയായിരുന്നു ഞാൻ. നിന്നെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലം ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് എന്നും ശ്രുതി എന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്ന നിമിഷം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് പോകാമെന്ന് ശ്യാം അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് തകർന്നു പോകുന്ന അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ശ്രുതി പൊട്ടിത്തെറിക്കുന്നത്. ശ്യാമിനോട് തനിക്ക് വെറുപ്പ് മാത്രമാണ് ഉള്ളത് എന്നും ശ്യാമിനെ ജീവിതത്തിൽ ഒരിക്കലും കാണരുത് എന്നാണ് വിചാരിക്കുന്നത് എന്നും പറയുന്ന ശ്രുതി ഇനിയും എൻ്റെ മുന്നിൽ വന്നു പോകരുത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്യാമിന് തിരിച്ചടി ആവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പുറത്തേക്ക് എത്തുമ്പോഴാണ് ശ്രുതി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നത്. അശ്വിനോട് ഇനിയെങ്കിലും സത്യം തുറന്നു പറയണമെന്നും അല്ലാത്ത പക്ഷം കാര്യങ്ങൾ ശരിയാവുകയില്ല എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇതേ സമയമാകട്ടെ താൻ സ്നേഹിച്ചപ്പോൾ വീണ്ടും ചതിയാണ് തനിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യം ഉറപ്പിക്കുന്ന അശ്വിൻ ഒരിക്കലും ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് താൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്. എത്രയും പെട്ടെന്ന് തൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന ശ്രുതിക്ക് ഒരു തിരിച്ചടി കൊടുക്കണം. എന്നാൽ മാത്രമാണ് അവൾ ഒരു പാഠം പഠിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന അശ്വിൻ ശ്രുതിയോടുള്ള തൻ്റെ പ്രണയം മറന്നു കളയാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇതേ സമയമാണ് ശ്രുതി മുന്നിലേക്ക് കടന്നു വരുന്നത്. ശ്രുതിയെ കാണുന്ന അശ്വിന് ദേഷ്യമാണ് മനസ്സിൽ ഉണ്ടാകുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.